ഗായ്സ്, നമ്മുടെ വൺ ബ്ലോക്കിൻ്റെ സെക്കൻഡാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം, വെൽക്കം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാറ്റ്ഫോം കുറച്ച് വലുതാക്കണം. മാത്രമല്ല, നമുക്ക് ഇന്നൊരു ബെഡ് ഒപ്പിക്കാൻ പറ്റുവാണെങ്കിൽ അത് ഒപ്പിക്കണം. പിന്നെ ഇതൊക്കെ തന്നെ. പിന്നെ ഈ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അത്ര തന്നെ. ഇതിപ്പോൾ അതിൽ എന്തൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്, ഒന്നും മനസ്സിലാവണില്ല. കുറച്ച് ദൂരെ പോയി നോക്കാം. നമ്മുടെ പ്ലാൻ ഇപ്പോഴും റെഡി ആയിട്ടില്ല. പ്ലാൻ ഞാൻ ഇപ്പോഴും വരച്ചുകൊണ്ടിരിക്കണത്. ആ പ്ലാൻ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കണ പ്ലാൻ പൂർത്തിയായിട്ട് ഞാൻ കാണിക്കാം. ഇത് ഇവിടെ നിന്ന് ഇറങ്ങി വരാനായിട്ടുള്ളൊരു വഴിയാണ്. ഈ വഴി വെച്ചത് എല്ലാവർക്കും നമുക്ക് അത് നല്ല ഉപകാരമാണ്. ഇറങ്ങാൻ നല്ല സിമ്പിളായിട്ട് ഇറങ്ങാം, നല്ല സിമ്പിളായിട്ട് കയറാം, എന്തോ വേണമെങ്കിലും ചെയ്യാം. നമുക്കിവിടെ സ്റ്റോൺ ഇതുവരെയും കിട്ടിയിട്ടില്ല കേട്ടോ. അതുവരെ നമ്മൾ ഇവിടെ ഇരുന്ന് കുഴി മാന്തണം. ഹായ്, തണ്ണിമത്തൻ തിന്ന് നമുക്ക് ജീവിക്കാം. പിന്നെ ഇതെടുത്ത് നമുക്ക് ഇവിടെ തന്നെ വെക്കണം. കാരണം ബക്കറ്റിൽ കിട്ടാൻ. പിന്നെ വുഡ് നമ്മളിപ്പോൾ ഉപയോഗിക്കണം. നമുക്കിവിടെ എപ്പോൾ സ്റ്റോൺ കിട്ടണോ അപ്പം നമ്മളിവിടെ വുഡ് എടുക്കും. അങ്ങനെ ഹങ്ങർ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ സ്പേസിൻ്റെ പേരെന്താണെന്ന് ഇവിടെ എഴുതിയിട്ടില്ല. കാരണം ഈ സായി മേളത്തെ കുന്തരാടം കാരണം എഴുതിയിട്ടില്ല. അടുത്ത പീസ് എന്താണെന്ന് അറിയത്തില്ല. അടുത്തത് മിക്കയും ഞാൻ പണ്ട് വൺ ബ്ലോക്ക് കളിച്ച അറിവ് നോക്കിയിട്ട് അടുത്തത് എന്തായാലും കേവ് ആയിരിക്കും. നമുക്ക് ഈ പ്ലാറ്റ്ഫോം കിട്ടുന്ന ഡർട്ടിനനുസരിച്ച് വലുതാക്കാം. പക്ഷെ എൻ്റെ മനസ്സിൽ പ്ലാനുള്ളത് അത്യാവശ്യം വലിയ ബേസായി ഉണ്ടാക്കാനാണ്. താഴത്തേക്ക് പോകില്ലല്ലോ എന്ന് ഉറപ്പ് വരുത്തണം. ഇതിനകത്ത് ഇങ്ങനെ ഇരുന്ന് കുഴിക്കണം. അയ്യോ, പേടിച്ച് ഞാൻ എന്ത് ക്രീപ്പറും എല്ലാം ആയിരിക്കും. ഹലോ, പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ ശേഷം ഇന്നലെ കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടി കേട്ടിട്ടുണ്ട്. അപ്പോൾ ഹായ്, എല്ലാവർക്കും വെൽക്കം. നമുക്ക് കിട്ടണതിനനുസരിച്ച് ഇവിടെയൊക്കെ എപ്പോഴും വലുതായിക്കൊണ്ടേയിരിക്കണം. കേവ് ബേസ് കിട്ടി പെട്ടെന്ന് കിട്ടണം. കോബിൾ സ്റ്റോണും വേണം നമുക്ക്. കോബിൾ സ്റ്റോണും വേണം നമ്മുടെ ബേസിന്. ഇവിടെ എന്നൊക്കെ സ്പോണാവണേ. ഇതൊരു പംകിൻ കിട്ടിയിട്ടുണ്ട്. ഈ പംകിൻ എടുത്ത് ഇതിലേക്ക് വയ്ക്കാം. പംകിൻ എന്തിനാ? കുറച്ച് ആവശ്യം ഡെക്കറേഷൻ മാത്രം. തിന്നാൻ പറ്റത്തില്ലല്ലോ പംകിൻ. സത്യത്തിലല്ലേ പംകിൻ എന്താ തിന്നാൻ പറ്റാത്തതെന്ന് മനസ്സിലായി. എല്ലാവരും പംകിന് വലിയ ടേസ്റ്റ് ഒന്നുമില്ല, അതുകൊണ്ടായിരിക്കും. ഇടിയും വെട്ടി മഴയും പെയ്ത് ഇനി എന്ത് ചെയ്യും? ഇത് മേത്തടിക്കാണ്ട് നോക്കണം. നീ അവനെ താഴെ ഇട്ടല്ലേടാ. നിന്നെന്താ ഞാൻ താഴെ ഇടുന്നില്ല. കാരണം നീ മാത്രമേ ഇവിടെ ഉള്ളൂ. കാരണം നീ സ്പെഷ്യലാണ്. നീ മൃഗം, നീ സ്പെഷ്യലാടാ. കാരണം അവൻ ലെജൻഡാണ്. അതാരാന്ന് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഒരു ചെസ്റ്റ്, വീണ്ടും വാട്ടർ ബക്കറ്റ്, സീഡ്, ഇത് ഒരു വാട്ടർ ബക്കറ്റ്, ഇത് നമുക്കൊരു ഡെക്കറേഷൻ ആയിട്ട് മാത്രം ഇവിടെ ഒരു സാപ്ലിംഗ് വെച്ചേക്കാം. അല്ലാണ്ട് ചുമ്മാ ഒരു ഡെക്കറേഷൻ. അതൊക്കെ വളർന്നു വരുമ്പോൾ ഈ സ്ഥലം കാണാൻ നല്ല ഭംഗിയുണ്ടാവണം. നമ്മുടെ ഇൻവെൻറ്ററിയിൽ പെട്ടെന്ന് അറിയില്ല സ്റ്റോറേജ് ഉണ്ടാക്കണമെന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ട്. പക്ഷേ നമ്മുടെ ഇൻവെൻറ്ററി പറയുമ്പോൾ ഒരു മടിയൊക്കെ നമുക്ക് തോന്നും സ്റ്റോറേജ് ഉണ്ടാക്കാൻ. 2 ബക്കറ്റ് ഉണ്ട്. ഇപ്പം ഷീപ്പ് അവിടെ നിന്നെ ആവശ്യം. നീ താഴത്തേക്ക് പോരുത്, ഇവിടെ തന്നെ കണ്ടോളണം. താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ നീ താഴത്തേക്ക് പോകല്ലേട്രാ പ്ലീസ്. ഓരോരോ സാധനങ്ങൾ കിട്ടണതിനനുസരിച്ച് കാണാം. ഇത് നമുക്ക് കുറച്ച് ഡർട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് നമ്മുടെ പ്ലാറ്റ്ഫോം കുറച്ച് വലുതാക്കാം. അവിടെ താഴേക്ക് പോരുത്.
നിങ്ങളൊക്കെ എന്താ എടാ താഴത്തേക്ക് ഒന്നും പോകല്ലേ ഇപ്പോൾ ഒന്നാമത് ഈ മഴ. എടാ താഴത്തേക്ക് ഒന്നും പോകരുത്, പ്രത്യേകിച്ച് നിന്നോടാണ് ആ ഷീപ്പേ. നമ്മുടെ ഡർട്ടൊക്കെ നമ്മൾ വച്ചത് തീർന്നിട്ടുണ്ട്. ഇനി ഇത് കുഴിക്കണമെന്നും കാണിക്കില്ല, ഇനി ഓരോരോ സാധനങ്ങൾ കിട്ടുന്നതിനനുസരിച്ച് കാണാം. 16 ഡർട്ട് കിട്ടി. ഹായ് കോഴിയൊക്കെ എപ്പോഴൊന്നു കൊള്ളാലോ. നമുക്ക് ഇതിൻ്റെ ഒരു കോഴിനെ കൊണ്ട് കിട്ടിയാൽ നമുക്കൊരു ഫുഡ് സോഴ്സ് ആയേനെ. നമുക്ക് ആ കോഴി വില തിന്നാനും കൊടുത്താൽ ഈ പംകിനും കൊണ്ടും വലിയ ഉപകാരമൊന്നുമില്ല. നമുക്ക് ഉപകാരമൊക്കെ ഉണ്ടോ പംകിൻ കൊണ്ട്? ഇല്ല, ഈ മെലൻ സീഡ് അവന് കൊടുക്കാം. എന്നാ തിന്നോ, നീ എൻ്റെ ഫ്രണ്ടാണ്. ആഗ്രഹം എന്താ തന്നെ ക്യാരറ്റ്, മുട്ട, ഇത് അത് ഇത് കുറച്ച് മുട്ട ഇല്ല, അത് വെച്ച് നമുക്കൊന്ന് എറിഞ്ഞു നോക്കിയാലോ കോഴിയെ കിട്ടുമെന്ന്. അല്ലാണ്ട് ഇതിനെ കൊണ്ട് എന്താ ഉപകാരം? ഇതെറിഞ്ഞു കിട്ടിയില്ല, ഇതെറിഞ്ഞു കിട്ടിയില്ല, ഇതെറിഞ്ഞു കിട്ടി, ഇതെറിയുമ്പോൾ കിട്ടും. ഹായ് കോഴി കുഞ്ഞ്, എന്തിനെ കിട്ടി? എന്ത് ക്യൂട്ടാ ഇതിനെ കാണാൻ. പക്ഷെ നേരത്തെ മറ്റേ കോഴി നാശമായി പെടുക. പുതിയതിന് കാണുമ്പോൾ നല്ല രസമുണ്ടെങ്കിലും മറ്റേത് കണ്ട് ശീലിച്ചുകൊണ്ടായിരിക്കും. ഞാനിപ്പോൾ എനിക്ക് കിട്ടിയ കുറച്ച് ഡർട്ട് വച്ച് ഞാനിത് പ്ലാറ്റ്ഫോം ഫില്ല് ചെയ്യുന്നുണ്ട്. എനിക്ക് പണ്ട് ഇടിവെട്ടൊക്കെ ഉണ്ടോ ഇതുപോലെ എനിക്ക് പണ്ട് അടിച്ചിട്ടുണ്ട് മെത്തക്കെട്ട്. ഇതൊക്കെ തുടങ്ങണേക്ക് മുമ്പാണ് എൻ്റെ തലക്കെട്ട് ഒരു മിന്നലടിച്ചിട്ടുണ്ട് മൈൻക്രാഫ്റ്റിൽ. നോക്കിയപ്പോൾ അതിൻ്റെ ചാൻസ് ഭയങ്കര കുറവാണ്. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര റയർ. അൺലക്കാണ്, ബാഡ് ലക്ക്. ലക്കിയാണ്, അൺലക്കിയാണ് ആ സാധനം. ചിലപ്പോൾ നമ്മൾ ചത്തും, ചിലപ്പോൾ ലക്കുമാണ്, ചിലപ്പോൾ നമ്മൾ ചത്തും പോവും. പിന്നെ അതടിച്ച് നമ്മുടെ സാധനങ്ങളും പോവും. അതുകൊണ്ട് തന്നെ റയർ ആയണമെങ്കിലും തലക്കെട്ട് അടിക്കരുത് പ്ലീസ്. എന്താണെന്നാണ് ഹങ്കർ ഇത്ര പതിയെ കുറയുണ്ട്. നല്ല സന്തോഷം. ഇവനൊക്കെ എന്തിനാ എൻ്റെ അടുത്തേക്ക് തന്നെ ഒരു കൗവിനെ കിട്ടി. ആ കൗവ് നീ ഇവിടെ നിന്ന് മാറിക്കേ. അയ്യോ എൻ്റെ അവൻ താഴേക്ക് പോണ പോക്ക് കണ്ടില്ല. അയ്യോ അവൻ പോയേ. എടാ അയ്യോ അവൻ പോയി. ടാറ്റാടാ. ഇനി ഞാൻ താഴേക്ക് എപ്പോഴെങ്കിലും വരില്ല, അപ്പം കാണാം. ഇതൊരു ബെഡ് ഉണ്ടാക്കിയെടുക്കണം, അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. ഇതൊക്കെ ഇവന്മാരൊക്കെ ഒന്ന് മാറി എന്നോടെ. ഓ എടാ ഇവന്മാർ പൊട്ടിക്കാനും സമ്മതിക്കണ. അവിടെ ഗ്രാസ് സ്പ്രെഡ് ആവുന്നുണ്ട്, നല്ല കാര്യം. എനിക്കൊരു പ്ലാൻ ഇവിടെ വട്ടത്തിൽ ഒരെണ്ണം ഉണ്ടാക്കണം എന്ന് എൻ്റെ ഒരു പ്ലാൻ. ഇത് പെട്ടെന്ന് അയ്യോ ഷീപ്പിന് ഇപ്പം അവൻ താഴെ പോയേനെ. രാവിലെയായി. ഇനി ഞാനിത് കുഴിക്കണം വരെ. ഇനി ഇത് കുഴിച്ചിട്ട് ഈ സ്റ്റേജ് തീർന്നിട്ട് വല്ലത് കിട്ടുമെങ്കിൽ കാണാം. പിന്നെ നമുക്കൊരു ചെസ്റ്റും തന്നെ ആദ്യം കിട്ടിയിട്ടുണ്ട്. അതിൽ ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. പിന്നെ ഇതെടുക്കാം. ഇനി നമുക്ക് കുഴിച്ച് തുടങ്ങാം. പിന്നെ നമുക്ക് വേറെ ചെസ്റ്റും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഇത്രയും സാധനങ്ങൾ തന്നെ ഇനി കുഴിച്ചിട്ട് കാണാം. ഈ സ്റ്റേജ് തീരുമ്പോഴേ ഞാൻ കാണത്തുള്ളൂ. അടുത്ത സ്റ്റേജ് എത്തി. ഇത് തീരാൻ ഇനി കുറേ നേരം എടുക്കും. ഇത് അടുത്ത സ്റ്റേജ് എത്തിയിട്ട് കാണാം. അടുത്ത സ്റ്റേജ് എത്തി ഗൈസ്. ഇത് നമുക്ക് അടുത്ത സ്റ്റേജിൽ വരികയാണ് കേവ്. ഇതിൽ വരുന്ന സാധനങ്ങളാണ് മുയൽ, മഷ്റൂം, ക്രീപ്പർ ഇങ്ങനെ ആനിമലായിട്ട് കിട്ടും. പിന്നെ ബ്ലോക്കുകളായിട്ട് സ്റ്റോൺ, ക്ലേ, അയണോർ, കോളോർ ആൻഡ് മോർ. അതിനേക്കാളും കുറച്ച് ചിലപ്പോൾ ഡയമണ്ടും കിട്ടാനും സാധ്യത ഇതിൽ കൂടുതലാണ് എന്ന് തോന്നുന്നു. ഇനി നമുക്കിനിയൊരു പിക്കാക്സ് ഉണ്ടാക്കാം.
ഒരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് നമുക്കിത് മൈൻ ചെയ്യാം. ഇതിൽ അയൺ ഇതിൽ കുറേ സാധനം കിട്ടണനുസരിച്ച് കാണാം. ഗായ്സ്, നമുക്കിപ്പോൾ എത്ര ഷീപ്പ് ഉണ്ടെന്ന് നോക്കിക്കേ. ഏതെങ്കിലും ഷീപ്പ് താഴെ പോയെന്ന് സംശയമുണ്ട്. ഇനി വല്ലതും കിട്ടിയിട്ട് കാണാം. അതെ, നമ്മുടെ ആദ്യത്തെ കോളോറ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് 2 എണ്ണം കിട്ടിയായിരുന്നു. ഇനി അടുത്ത എന്തെങ്കിലും കിട്ടുമ്പോൾ കാണാം. ഗൈസ്, അയൺ ഓർ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതാണ് അന്വേഷിച്ചിരുന്നത്. ഇനി 2 എണ്ണം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഉപകാരമാണ്. കാരണം നമുക്കൊരു ബെഡ് ഉണ്ടാക്കിയിട്ട് ഈ എപ്പിസോഡ് അങ്ങ് നിർത്തണം. ഓരോ പൊട്ടൻ ഉടൻ പിക്കാക്സ് എന്തിന് കളഞ്ഞേക്കാം. ഒരെണ്ണം കൂടെ തരുമോ? അല്ലെങ്കിൽ ഒരു ബെഡ് ഉണ്ടാക്കണം. ഗൈസ്, നമുക്കൊരു മഷ്റൂം കവന് കിട്ടിയിട്ടുണ്ട്. ഇവനെയും കൂടെ ഒരു ഉപകാരമുണ്ട്, വേണമെങ്കിൽ കാണിച്ചു തരാം. നമുക്കൊരു ബൗൾ ഉണ്ടാക്കാൻ പറ്റില്ല ഗെയിമിൽ. നമുക്ക് ഞാൻ ഇവിടെ നിന്ന് ഫുഡ് ഒപ്റ്റൈൻ ചെയ്യാം, ഒപ്പിക്കാൻ പറ്റും. അവനവിടെ പോയി നീ വാ. നമുക്ക് സ്റ്റൂ കിട്ടിയിട്ടുണ്ട്. സ്റ്റൂ എനിക്ക് റിയൽ ലൈഫിൽ ഇഷ്ടമൊന്നുമില്ല, എന്നാലും ഇതിൽ കഴിച്ചേ പറ്റും. നമുക്ക് 2 അയൺ തന്നെ കിട്ടി. ബെഡാണോ പിക്കാക്സാണോ വേണ്ടത്? എനിക്ക് ബെഡ് വേണം. നമുക്കൊരു ഫർണസ് ഉണ്ടാക്കുക. ഇങ്ങനെ വയ്ക്കുക. ഇതായിട്ട് കാണാം. ഇതേ നമ്മുടെ മരം വളർന്നു. അടിപൊളി. ഇനി ഇതും കൂടെ വന്നു കഴിഞ്ഞാൽ സ്ഥലം കാണാൻ നല്ല രസമായിരിക്കും. ഇനി നമുക്ക് ഒരു ഷിയർ ഉണ്ടാക്കിയിട്ട് ഇവനെ ഷെയർ ചെയ്യാം. ഇവന് ചെയ്തപ്പോൾ എത്ര കിട്ടിയില്ലേ? ഇവിടെ കിടക്കുന്നുണ്ട്. കറക്റ്റ് 3 എണ്ണം തന്നെ കിട്ടിയിട. താങ്ക് യൂടെ. ഇനി നമുക്ക് ഒരു ബെഡ് ഉണ്ടാക്കണം. അങ്ങനെ ഞാൻ ഇനി ഉറങ്ങാൻ പോകണം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. Bye.